നേരെ കാൽ നീട്ടിയിരിക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. പ്രമുഖ ദിനപത്രമായ മനോരമയുടെ പ്രസിദ്ധീകരണത്തിൽ വന്ന ചിത്രത്തിനെതിരെ ഹൈന്ദവ വിശ്വാസികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. നിലവിളക്ക് ഹൈന്ദവ വിശ്വാസത്തിൽ വെറും ഒരു ദീപമല്ലെന്നും അത് ലക്ഷ്മി ദേവിയുടെയും ഹൈന്ദവ ചൈതന്യത്തിന്റെയും പ്രതീകമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം ശക്തമാവുന്നത്. ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അവഹേളിക്കുന്ന രീതിയിലാണ് ചിത്രം പ്രസിദ്ധീകരിച്ചതെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഹൈന്ദവ ആചാരങ്ങളിലും ആരാധനകളിലും നിലവിളക്കിന് അതീവ പവിത്രമായ സ്ഥാനമാണുള്ളത്. ഒരു സാധാരണ പ്രകാശോപകരണത്തിലുപരി ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്തിന്റെയും ദൈവിക ചൈതന്യത്തിന്റെയും പ്രതീകമായാണ് നിലവിളക്കിനെ വിശ്വാസികൾ കാണുന്നത്. നിലവിളക്ക് എന്നത് വെറും ഒരു ദീപമല്ല, ലക്ഷ്മി ദേവിയുടെയും ദൈവ ചൈതന്യത്തിന്റെയും പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ നിലവിളക്കിന് നേരെ കാൽ നീട്ടിയിരിക്കുന്നത് ആചാരപരമായും മര്യാദപരമായും തെറ്റാണ്. അതുകൊണ്ട് തന്നെ നിലവിളക്കിനോട് കാണിക്കേണ്ട ആദരവും മര്യാദയും സംബന്ധിച്ച് തലമുറകളായി ചില ആചാരങ്ങളും രീതികളും പാലിച്ചു വരുന്നുണ്ട്. ഇതിനിടെയാണ് മനോരമ പത്രത്തിൽ നിലവിളക്കിന് നേരെ കാൽ നീട്ടിയിരിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രം പ്രത്യക്ഷപ്പെട്ടത്. ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ നിരവധി ഹൈന്ദവ സംഘടനകളും വിശ്വാസികളും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഹൈന്ദവ വിശ്വാസപ്രകാരം നിലവിളക്കിന് നേരെ കാൽ നീട്ടിയിരിക്കുന്നത് ആചാരപരമായും മര്യാദപരമായും അനുചിതമായ പ്രവൃത്തിയായാണ് കണക്കാക്കപ്പെടുന്നത്. അതിനാൽ ഇത്തരമൊരു ചിത്രം പൊതുമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് വിശ്വാസികളെ വേദനിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. മനോരമ പത്രത്തിൽ വന്ന ഈ ചിത്രം ഹൈന്ദവ സമൂഹത്തെ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവ് തന്നെയാണ്. ആചാരപ്രകാരം പൂജയോ പാരായണമോ നടത്തുമ്പോൾ കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരിക്കുന്നതാണ് ഉചിതമെന്നാണ് വിശ്വാസം. പത്മാസനത്തിലോ സുഖാസനത്തിലോ, അതായത് കാൽ മടക്കിയിരിക്കാനാണ് ശാസ്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നത്. നിലവിളക്ക് സാധാരണയായി അല്പം ഉയരത്തിൽ മുന്നിൽ സ്ഥാപിക്കുകയും തിരി ദേവതകളുടെ ദിശയിലായിരിക്കണമെന്നും ആചാരങ്ങളിൽ പറയുന്നു. കാലിന് വേദനയോ പ്രായാധിക്യമോ മൂലം കാൽ മടക്കിയിരിക്കാൻ കഴിയാത്തവർക്ക് കാൽ വശത്തേക്ക് മാറ്റിയിരിക്കാമെന്നും, എന്നാൽ ഒരിക്കലും നിലവിളക്കിന്റെയോ പൂജാ സാമഗ്രികളുടെയോ നേരെ കാൽ നീട്ടരുതെന്നുമാണ് വിശ്വാസം. ഇത് വെറും ആചാരത്തിന്റെ കാര്യമല്ല, ഭഗവാനോടുള്ള ആദരവിന്റെ ഭാഗമാണെന്നും വിശ്വാസികൾ ചൂണ്ടിക്കാട്ടുന്നു. സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേരാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. വിശ്വാസങ്ങളെയും മതാചാരങ്ങളെയും സംബന്ധിച്ച കാര്യങ്ങളിൽ മാധ്യമങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സാംസ്കാരിക ബോധവും ഉത്തരവാദിത്വവും കാണിക്കണമെന്നുമാണ് പലരുടെയും അഭിപ്രായം. അതേസമയം ചിലർ ഇത് മനഃപൂർവ്വമായ അവഹേളനമാണെന്ന് ആരോപിക്കുമ്പോൾ മറ്റു ചിലർ ചിത്രത്തിന്റെ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ച അശ്രദ്ധയായിരിക്കാമെന്നും അഭിപ്രായപ്പെടുന്നു. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട പ്രസിദ്ധീകരണത്തിന്റെ ഔദ്യോഗിക വിശദീകരണം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. മതവിശ്വാസങ്ങളും ആചാരങ്ങളും സമൂഹത്തിൽ അതീവ വൈകാരികമായ വിഷയങ്ങളാണ്. അതിനാൽ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മാധ്യമങ്ങളും പൊതുപ്രവർത്തകരും കൂടുതൽ ഉത്തരവാദിത്വവും സൂക്ഷ്മതയും പുലർത്തേണ്ടതുണ്ടെന്നാണ് ഈ സംഭവത്തെ തുടർന്നുള്ള ചർച്ചകൾ ഉയർത്തിക്കാട്ടുന്നത്.